നമ്മൾ ഈ പലപ്പോഴും ഭിക്ഷാടന വ്യവസായത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലുണ്ടാകുന്ന മാഫിയ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ പല അവസരത്തിലും ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഈ ഓരോരുത്തരൊക്കെ പറയും, അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിക്കും, ഇങ്ങനെ ഭിക്ഷ എടുക്കുമ്പോൾ അവർക്ക് ദിവസേന ഇത്ര തുകയല്ലേ കിട്ടുന്നത്, കൂട്ടിവെച്ചാൽ എത്രത്തോളം കാശുണ്ടാകും എന്നുൾപ്പെടെ വിമർശനമായിട്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ അവരിലെ കണക്കുകളൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. അങ്ങനെ ഇപ്പോൾ രാജ്യം തന്നെ ഞെട്ടിയിരിക്കുന്ന ഒരു ഭിക്ഷക്കാരനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അയാളുടെ ആസ്തിയെക്കുറിച്ചാണ്. ഭിക്ഷക്കാരിലെ പണക്കാരൻ, വെറും പണക്കാരനല്ല, കോടീശ്വരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആസ്തി 7.5 കോടി രൂപയാണ്. 54-കാരനായ ഭാരത് ജെയിൻ താമസിക്കുന്നത് 1.5 കോടിയുടെ ഫ്ളാറ്റിലാണ്. നമുക്ക് കാർത്തിക മഠത്തിൽ പറഞ്ഞുതരും. കാർത്തിക, കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത്രത്തോളം ആസ്തി അയാൾക്ക് വന്നു ചേർന്നത് എന്നുള്ളത്. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ മനസ്സിൽ കൂടെ പോവുകയും ചെയ്യും. പൂജ, ഈ ഭിക്ഷാടനം അല്ലെങ്കിൽ ഭിക്ഷാടകൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാവാറുണ്ട്, ഒരു രൂപം. പക്ഷെ അതിനൊക്കെ തകർത്തെറിയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മളെ തേടി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാർത്തയുടെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു കേട്ടു. 54-കാരനായ ഭാരത് ജെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള, സമ്പന്നനായിട്ടുള്ള ഭിക്ഷക്കാരനാണ്. അപ്പം നമ്മൾ റോഡിൽ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്, ഭിക്ഷ യാചിക്കുന്ന, കുട്ടികൾ എടുത്തുകൊണ്ട് ഭിക്ഷ യാചിക്കുന്ന, സൈഡിലിരിക്കുന്ന, കാലിന് വയ്യ, കൈക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ ഭിക്ഷ യാചിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അത്തരത്തിൽ തന്നെ തൻ്റെ 14-ാമത്തെ വയസ്സിൽ ഭിക്ഷ യാചിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഈ ഭാരത് ജെയിൻ എന്ന് പറയുന്നത്. ആൾക്കിപ്പോൾ 54 പ്രായം, അതായത് 40 വർഷമായിട്ട് അയാൾ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 2500 രൂപ മുതൽ 3000 രൂപ വരെയാണ്. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലും മുറിയെ പണിയെടുക്കുന്ന എത്ര ആൾക്കാർക്ക് ഒരു ദിവസം 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഒരു 10 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ജോലി ചെയ്യും. ആൾക്കൊരു ലീവൊന്നുമില്ല, ആൾ ലീവൊന്നും എടുക്കില്ല. ഏതൊരു ഹോളിഡേയ്സിനും ആൾ ലീവ് എടുക്കില്ല. കാരണം അത്രയും കാരിയർ ഓറിയൻറ്റഡ് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ ജീവിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം ഭിക്ഷാടനം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മൂപ്പർക്ക് ഇഷ്ടമാണ് ഭിക്ഷ യാചിക്കുക എന്ന് പറയുന്നത്. ആൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്, ഒരു ചോയ്സിൻ്റെ പുറത്താണ് അയാൾ ഭിക്ഷ യാചിക്കുന്നത്, ഒരിക്കലും ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. 7.5 കോടി രൂപയാണ് അയാളുടെ ആസ്തി എന്ന് പറയുന്നത്. മുംബൈ പോലുള്ള അത്രയും സമ്പന്നരുടെ നഗരം എന്ന് വിശേഷിക്കപ്പെടുന്ന മുംബൈ പോലത്തെ ഒരു നഗരത്തിൽ 1.5 കോടി രൂപയുടെ ഫ്ലാറ്റിൽ ഭാര്യയും 2 മക്കളും ഒരു സഹോദരനുണ്ട്. തൻ്റെ അച്ഛനുമായിട്ട് സുഖമായി വളരെ ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരു ഭിക്ഷാടകൻ, ഒരു യാചകൻ. മാത്രമല്ല ആൾക്ക് ഒരു സ്റ്റേഷനറി ഷോപ്പുണ്ട്, ഒരു ഫാമിലി ആയിട്ട് നടത്തുന്ന ഒരു സ്റ്റേഷനറി ഷോപ്പുണ്ട്. മാത്രമല്ല വേറെ 2 കടകൾ കൂടിയുണ്ട്. ഈ 2 കടകൾ ആൾ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പം മാസം ഈ 2 കടകളിൽ നിന്ന് 30,000 രൂപ വെച്ചിട്ട് വേറെയും ആൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിൽ നിന്നും പ്രോഫിറ്റ് വരികയാണ്. എന്നാൽ പോലും ഭിക്ഷാടനം ഞാൻ നിർത്താൻ ഒരുക്കമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ഇത്രയൊക്കെ ഉള്ള സ്ഥിതിക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ ആയിരിക്കും അദ്ദേഹം ജീവിക്കുന്ന, ടാക്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഒരു ഭിക്ഷ യാചിച്ച് ഇത്രത്തോളം രൂപ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വലിയ നമ്മൾ എത്ര പേരെ ഇനി ഒരുപാട് ആൾക്കാരെ നമ്മൾ റോഡിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്തപ്പോൾ ഈ നാഷണൽ മീഡിയയിലൊക്കെ പറയുന്ന ഒരു കാര്യം അങ്ങനെയാണ്. ഇങ്ങനെയും ഒരുപാട് ആൾക്കാരുണ്ടാകാം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ള കാര്യം പോലും ഉണ്ട്. അങ്ങനെ ആയിരിക്കാം. ശരി കാർത്തിക.